ഇത് വരുമ്പോഴത്തേക്ക് 2013 മോഡൽ. 2013 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 29,000 കിലോമീറ്റർ. ഇത് 2024 വാഗണറാണ്. 2024 900 കിലോമീറ്റർ മാത്രം ഓടി, 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇത് വരുമ്പോഴത്തേക്ക് 2009 വാഗണറ്, LXI ഓപ്ഷൻ, 71,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് വരുമ്പോൾ വാഗണർ 2009 LXI, കിലോമീറ്റർ 127 ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഇതിൻ്റെയൊക്കെ 2016 സ്വിഫ്റ്റാണ്. 2016 തന്നെ VXI ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. ഇത് വരുമ്പോഴത്തേക്ക് 2014 ഓൾട്ടോ തന്നെ. എങ്ങനെയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 44,000 കിലോമീറ്റർ. ഇത് മാരുതിയുടെ എർട്ടിഗ വരുമ്പോഴത്തേക്ക് പെട്രോളാണ്. ഏത് വർഷം? പെട്രോള് 2018. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് തട്ടാമലയിൽ കാർ പോർട്ട് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇച്ചിരി വില കുറഞ്ഞ, അതായത് ഒരു 1,20,000 1,50,000 രൂപയ്ക്കൊക്കെ നോക്കുന്ന വണ്ടികൾ മുതൽ നല്ല ലക്ഷങ്ങളുടെ കണക്ക് വരുന്ന രീതിയിലുള്ള വണ്ടികൾ വരെ, അതായത് ഇന്നോവ, ആ രീതി റേഞ്ച് ഇന്നോവയും മഹീന്ദ്രയുടെ SUV വണ്ടികളൊക്കെ നോക്കാവുന്ന രീതിയിൽ പറ്റിയ ഒരു നല്ല കടയാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്, വിശ്വസിച്ച് എടുക്കാവുന്ന സ്ഥാപനമാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പം പറയത്തില്ലേ, ഈ ഒറിജിനൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാത്ത വണ്ടികൾ നിങ്ങളെങ്ങനെ തിരിച്ചറിയുന്നു, അതും ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ബോധിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അവർ തന്നിട്ടുമുണ്ട്. അത് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ട് എന്നില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വന്ന് വണ്ടി നോക്കി നല്ല രീതിയിൽ വണ്ടികളെ ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കണ്ടെടുത്തോളം നല്ല നല്ല വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. വരുമ്പോഴത്തേക്ക് 2009 വാഗണർ, LXI ഓപ്ഷൻ, 71,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്ററാണ്. റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ എത്ര നാളുണ്ട്? ഇപ്പോൾ 5 വർഷത്തേക്ക് പേപ്പറുണ്ട്. റീടെസ്റ്റ് ഇപ്പം നിലവിൽ കഴിഞ്ഞതേ ഉള്ളൂ. അതായത് 29 പേരുണ്ട്. 29 പേരുണ്ട്. ഈ റൂഫും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് LXI ആണല്ലേ? LXI ബേസ് മോഡല്. ടയർ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയറാണ്, കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വണ്ടി തന്നെ. ഡോറ്, എൻജിൻ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? വിലഭാഗം വരുമ്പോഴത്തേക്ക് 160. നെഗോസിയേഷൻ ഒക്കെ ഉണ്ടാവൂ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ തോതില്ല. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. ഇത് വരുമ്പോഴത്തേക്ക് 2009 ഓൾട്ടോ. അത് 2009 തന്നെ അല്ലേ? ഇത് 2009 തന്നെ. നിലവിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ. 1 വർഷമായി? അല്ല, 1 മാസം ആയതേ ഉള്ളൂ. 1 മാസം? 1 മാസം ആയതേ ഉള്ളൂ. ഈ വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതും അപാകതകളൊന്നും ഇല്ല. ഇതും ബേസ് മോഡലാണല്ലേ? ബേസ് മോഡലാ. LXI. ഇതിൻ്റെ ടയേഴ്സൊക്കെ മോശമാണ്. ടയറൊക്കെ ആവറേജേ ഉള്ളൂ. ടയറൊക്കെ ആവറേജ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 130. 130? 2009 അല്ലേ? 2009. കിലോമീറ്റർ ഓടി? റീടെസ്റ്റ് കഴിഞ്ഞ 1 മാസം ആയതേ ഉള്ളൂ. കിലോമീറ്റർ ഇതും 76 റേഞ്ച് ഓടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലേ? ബോണറ്റ്, ബമ്പർ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? പക്ക. AC ഒക്കെ എങ്ങനെയാണ്? നല്ല കൂളിംഗ് എല്ലാം കണ്ടീഷനായിട്ടിരിക്കുക. ഇത് വരുമ്പോഴത്തേക്ക് 2014 ഓൾട്ടോ തന്നെ. എങ്ങനെയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 44,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി തന്നെ. VXI ഓപ്ഷൻ വരുന്നത്. ഏത് വർഷമായിരുന്നു? VXI. ഇല്ല, വർഷം വരുമ്പോൾ 2014 സിംഗിൾ ഓണർ വണ്ടി. ഇത് സീറ്റ് കവറും കാര്യമൊക്കെ ഇട്ട് നന്നാക്കി വെച്ചിട്ടുണ്ടോ? അത് ബോഡിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കുക. നല്ല ടയേഴ്സ്. പുതിയ ടയർ ഇട്ടേക്കാണോ? ടയർ പുതിയതാ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബാക്ക് ടയർ ആവറേജ്. ഫ്രണ്ട് രണ്ടും പുത്തൻ ടയറല്ലേ? എത്ര ചോദിക്കുന്നത്? ശേഷം തന്നെ മാറിയതാ, പുതിയ ടയർ വാങ്ങിച്ചിട്ടേ. ഇവിടെ ഗ്യാരണ്ടി ഉള്ള ടയർ. എത്ര ചോദിക്കുന്നത്? 260 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. എത്ര കിലോമീറ്റർ ആയിരുന്നു? കിലോമീറ്റർ 44,000 കിലോ. 44. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്? ജെനുവിൻ കിലോമീറ്റർ. പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് 2013 മോഡൽ. 2013 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററൊക്കെ
കിലോമീറ്റർ 29,000 കിലോമീറ്റർ. 2013 13. പിന്നെ ഇത്രയും ലോ കിലോമീറ്റർ പറയുന്നത്? ലോ ജെനുവൻ കിലോമീറ്ററാ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെ. അത് ഉപയോഗിക്കാതെ വല്ലതും കിടന്നതാണോ? സിംഗിൾ ഓണർ വണ്ടി തന്നെ. അതാ ഉപയോഗിക്കാതെ വല്ലതും കിടന്നതാണോ? അകമായാലും നോക്കിയാൽ മതി, അത് ആ ക്വാളിറ്റി തന്നെ ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലേ? ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് ചോദിക്കുന്നത് നമ്മൾ 220 ചോദിക്കും. 220. ടയറൊക്കെ നല്ല ടയറാണ്, എല്ലാം നല്ല ക്വാളിറ്റി ആ ഫസ്റ്റ് ടയറാണോ കിടക്കുന്നത്? ആ ഓടിയേ? അല്ല സെക്കൻഡ് ടയർ. നിങ്ങൾ മാറിയിട്ടേക്കോ അല്ലേ? മാറിയിട്ടേക്കും. ഇത് ഏത് വർഷമാണ്? 2013. 13 LXi. പക്ഷെ ഇത് കുറച്ച് സ്ക്രാച്ചും കാര്യമൊക്കെ ഉണ്ട്, കിലോമീറ്റർ ഒക്കെ കുറച്ച് ഓടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോളിഷ് ചെയ്ത് കൊടുക്കാം. സ്ക്രാച്ച് ജെന്യൂനായിട്ട് തന്നെ നിർത്തിയേക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കിലോമീറ്ററിൽ തിരിമറി കാര്യം 100% ഗ്യാരണ്ടി. 100% ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. ഇത് എത്ര രൂപ നമുക്ക് ഇറങ്ങാൻ പറ്റും? ഇത് നമുക്ക് 220 നമ്മൾ ചോദിക്കുന്നു. എന്തെങ്കിലും കൂടെ നെഗോഷിയേറ്റ് കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കുക. ലോൺ നമുക്കൊരു 50 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും? അല്ല, ഒരു 50 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ലേ? പിന്നെ എടുക്കാൻ പറ്റുമല്ലോ. വരുമ്പോഴത്തേക്ക് ഓൾട്ടോ K10 ഓട്ടോമാറ്റിക്. VXIയിൽ ഓട്ടോമാറ്റിക് വരുന്ന 2016 മോഡൽ. 16. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? ഒന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി ക്വാളിറ്റി തന്നെ നിൽക്കുക. അല്ല, ഇപ്പൊ കേരളത്തിലെ റീപ്ലേസ്മെന്റ്സ് ഇല്ലാത്ത യൂസ്ഡ് കാറുകൾ എന്നാണ് കളിയാക്കുന്നത്. അവിടെ ചോദിക്കുന്നത് റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെ, റീപ്ലേസ്മെന്റ് ഉള്ളതൊന്നും നമ്മൾ എടുക്കാറില്ല. അല്ല, ഇതിപ്പം ഞാൻ ഡൗട്ട് ചോദിക്കുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾ വെളിയിൽ, അതായത് കമ്പനിയിൽ അല്ലാതെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. അല്ല, നമുക്കത് വാല്യുവേഷന് പോകുമ്പോൾ നമ്മൾ അറിയാൻ വാല്യുവേറ്റ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 360 ചോദിക്കും. 360. ഇതിന്റെ എല്ലാ ടയേഴ്സും നല്ല ടയേഴ്സ് ഇട്ടേക്കാണോ? എല്ലാ ടയേഴ്സും ഒരേ രീതിയിൽ തന്നെ നിൽക്കുക, ഒരേ രീതിയിലുള്ള കറക്റ്റ് ആയിട്ട് ഇത്രയും ജെന്യൂനായിട്ട് ഓടിയ വണ്ടിയാണ്. എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് വരുമ്പോഴത്തേക്ക് 52,000 കിലോമീറ്റർ ഓടി. 52. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? 360. 360. നെഗോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്ക് 2014 ഡാറ്റ്സൺ ഗോ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 68,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. ഡീസലാണോ ഇത്? പെട്രോൾ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന വണ്ടിയാണ്. മാക്സിമം ലോൺ കയറും. ഒരു 1.25 രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1.85. 1.85. ഒരു 2 രൂപ റേഞ്ചിൽ നല്ലൊരു വണ്ടി. 2 രൂപയ്ക്ക് അകത്ത് നല്ലൊരു വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? 2 ഡോർ പവർ വിൻഡോ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. ഇത് മൈലേജ് ഒക്കെ എന്താണ് ഈ വണ്ടിക്ക്? മൈലേജ് ഒക്കെ 16 അത്രയും കിട്ടും. 16 കൺഫേം ആയിട്ടും കിട്ടും. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.85. 1.85. ഇത് മാക്സിമം ലോണും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇത് വരുമ്പോൾ വാഗണർ 2009 LXi. കിലോമീറ്റർ 127 ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. 2009 വണ്ടിയായിട്ടും നിങ്ങളൊന്നും എടുക്കുന്ന വണ്ടിയൊക്കെ ഒന്നും ഒരു റീപ്ലേസും ഇല്ല. ഇല്ല. നമ്മളത് ചെക്ക് ചെയ്തേ എടുക്കത്തുള്ളൂ. വാല്യുവേറ്റ് ചെയ്യാൻ പോകുമ്പോഴായാലും ആ രീതി നോക്കിയാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് വിശ്വസനീയത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ല, എന്ന് പറഞ്ഞാൽ അവർ ഇത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ പോകുന്നിടത്ത് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണോ ഇത്രയും? അപ്പം നമ്മൾ അത് എന്തുകൊണ്ടെന്നുള്ളതൊന്നും മനസ്സിലാക്കണ്ട. ഈ 2009 വണ്ടിയൊക്കെ ആകുമ്പം നിങ്ങൾ എടുക്കുമ്പോൾ റീപ്ലേസ് ഇല്ലാതെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ആ രീതി ചോദിച്ചത് കേട്ടോ. അതൊന്നും വിചാരിക്കരുത്. റീപ്ലേസ്മെന്റും ഇല്ല, നമ്മൾ ആ രീതിയിലുള്ള വില ചോദിക്കുന്നതും അതുകൊണ്ടാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 1.5 രൂപ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 1,50,000. അതിൽ കുറേയൊക്കെ ചെയ്യുമല്ലോ, എന്തെങ്കിലും ചെറിയ മാറ്റം, ചെറിയ രീതിയിലുള്ള 9 വണ്ടിയാ. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ഉണ്ട്? ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി 2009 നമുക്ക് ചെയ്താൽ മതി. പേപ്പർ വർക്കല്ല, നിലവിൽ ടെസ്റ്റ് ചെയ്യുന്ന പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2009 അല്ല, 2029. സോറി, 29. ഓക്കെ. അപ്പോൾ 5 വർഷത്തേക്ക് ടെസ്റ്റ് എല്ലാം എടുത്തിട്ടേക്കുന്നുണ്ട്. എല്ലാം എടുത്തിട്ടേക്കുക, പേപ്പർ എല്ലാം കറണ്ടായിട്ട് നിൽക്കുക. ഇത് മാരുതിയുടെ ഈക്കോ 2021 വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 12,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 12,000 ഓടിയിട്ടുള്ളൂ. അത് 10,000 കിലോമീറ്റർ കമ്പനി സർവീസ് ചെയ്തത്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്.
ടയർ കണ്ടീഷനൊക്കെ സർവീസ് ആയി വരുന്നത്. ആ ഓടിയ ടയർ തന്നെയല്ലേ ആ കിടക്കുന്നത്? ടയർ തന്നെ, ഫസ്റ്റ് ടയർ. കമ്പനി ഇറങ്ങിയ ടയർ തന്നെ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 465 ചോദിക്കണം. 465. ഇത് വരുമ്പോഴത്തേക്ക് 2022 ഈക്കോ തന്നെ 2022. ഓണർഷിപ്പോ? AC 5 സീറ്റർ വരുന്ന. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വരുന്ന. സിംഗിൾ. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വരുന്നത്. അതും കമ്പനി സർവീസ് പക്ക ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? ഇല്ലല്ല, ഒന്നുമില്ല. ടയറൊക്കെ 15 ഓടി ടയർ തന്നെ, കമ്പനി ടയർ തന്നെ. 15,000 കിലോമീറ്റർ ഓടിയ കണ്ടീഷൻ ഇരിക്കുന്നു. എത്ര ചോദ്യം? 490 ചോദിക്കുന്നു. 490. 2022 ഏറ്റവും പുതിയ വണ്ടിയാണല്ലേ? ആ, മോഡൽ കൂടി. ഇത് മൈലേജ് ഒരു 15-16 ആ റേഞ്ചാണോ? ആ റേഞ്ച് തന്നെ. ഇത് വരുമ്പോൾ മഹേന്ദ്രയുടെ ബൊലേറോ 2021 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്തോ? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 29,000 കിലോമീറ്റർ ഓടി. 29. ഈ കുറച്ച് കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ അല്ലേ? 2021 വണ്ടിയല്ലേ. വണ്ടി നല്ല കറക്റ്റ് കിലോമീറ്റർ തന്നെ ഓടിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇട്ട് എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുക. ഇത് ബേസ് മോഡലാണ്. ഇവിടത്തേക്ക് അല്ലേ? ബേസ് മോഡലാണോ? അല്ലല്ല, ഇത് ഫുൾ ഓപ്ഷൻ, B6 ഓപ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. ടയറൊക്കെ നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ആ ഓടി ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? കമ്പനി ടയർ. വേറെ അപാകതകൾ എന്തെങ്കിലും? ടയറിന് ലൈഫ് കിട്ടുന്നത് അല്ല, അപാകതകൾ ഒന്നുമില്ല. കേടുപാടുകൾ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. എത്ര മൈലേജ്? റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് വരുമ്പോഴത്തേക്ക് 16 കൺഫേം ആയിട്ടും കിട്ടും. 16. പഴയ എഞ്ചിനല്ല, പുതിയ എഞ്ചിനാണ്. എത്ര കൂട്ടി എടുത്ത് ഇറക്കിയേക്കും അവര്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ചോദിക്കുന്നത് 950 ചോദിക്കുന്നു. ഇറങ്ങിയപ്പോൾ എന്താണ് ഈ വണ്ടിക്ക്? 2021 ഇറങ്ങിയപ്പോൾ 13,400 രൂപ വില ഉണ്ടായിരുന്നു. അത്രയുള്ള ഓപ്ഷൻ വണ്ടി. B6 ഓപ്ഷൻ വരുന്നത്. ഫോഗ് ലാമ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബമ്പറിലെ സ്കേർട്ടിങ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? അതൊക്കെ എന്നിട്ടും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? ബൊലേറോയിൽ അത് എക്സ്ട്രാ ചെയ്ത്. ഇത് 2022 ബൊലേറോ. നമ്മൾ നേരത്തെ കണ്ട് 2021 ആയിരുന്നു. ഇത് 2022. കുറവുകൂടി പുതിയത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള. ഇത് കിലോമീറ്റർ ഒക്കെ എന്തോ? 21,000 കിലോമീറ്റർ. ഇതും ലോ കിലോമീറ്റേഴ്സ് ആണ്. ലോ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ, റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് പക്ഷേ പ്രത്യേക സീറ്റർ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അല്ലാതെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കമ്പനി വരുന്ന സീറ്റ് തന്നെ. ഇത് മറ്റേ നമ്മൾ സീറ്റ് അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി സീറ്റ് നിൽക്കുക. ടയറൊക്കെ നല്ല ടയർ, ആദ്യം ഓടിയ ടയർ തന്നെ, കമ്പനി ടയർ തന്നെ. എത്ര ചോദ്യം? ഇതിൽ നമ്മൾ ഓൾട്ടറേഷനോ മോഡിഫിക്കേഷനോ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി ഇറങ്ങി അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കുക. ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ 980 ചോദിക്കുന്നു. ഈ ഫോഗ് ലാമ്പിന് ഫുൾ ഓപ്ഷൻ ആണെങ്കിലും പ്രത്യേകം ചെയ്തതെന്ന് പറഞ്ഞാൽ സ്കേർട്ടിംഗ് ആണ് നമുക്ക് അധികം വരുന്നത്. അങ്ങനെ ഫോഗ് ലാമ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നതാണ്. ഇത് എത്ര ചോദ്യം? ഇത് 980 ചോദിക്കും. 980. ഇത് 2019 വാഗണർ, ന്യൂ ഷേപ്പ് വാഗണർ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വരുമ്പോൾ 47,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ തന്നെ. 47,000 കിലോമീറ്റർ. ടോപ്പ് വേരിയന്റ് ആണോ? VXI വരുന്നത്. VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ന്യൂ ഷേപ്പിൽ. എത്ര ചോദ്യം? ചോദ്യം 490 നമ്മൾ ചോദിക്കും. 490. 1.2 ആണ് എഞ്ചിൻ വരുന്നത്. 1.2 സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ വരുന്നത്. ടയറൊക്കെ നല്ല ടയേഴ്സ്. ടയർ രണ്ടാമത് മാറിയ ടയേഴ്സ് അല്ലേ? ടയർ രണ്ടാമത് മാറിയ. എല്ലാ ടയറും മാറിയോ അതോ രണ്ടെണ്ണം? രണ്ടെണ്ണം. ഫ്രണ്ട് മാത്രം അല്ലേ? ഫ്രണ്ട് മാത്രം. വേറെ റീപ്ലേസ്മെന്റ്സ്, അപാകതകൾ അങ്ങനെ ഒന്നുമില്ല. ഇത് 2024 വാഗണറാണ്. 2024. 900 കിലോമീറ്റർ മാത്രം ഓടി. 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. 2020 ലേറ്റസ്റ്റ് വണ്ടി. ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ZX വരുന്നത്. പുതിയ മണം പോയിട്ടില്ല. മാനുവലാണ് അല്ലേ? സർവീസ് പോലും ആവുന്നതേ ഉള്ളൂ. 1000 കിലോമീറ്ററിന്റെ സർവീസ് പോലും ആയിട്ടില്ല. അത്രയും പുതിയ വണ്ടി, ഹൈ ക്വാളിറ്റി നിൽക്കുക വണ്ടി. ഫോർഡോ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എല്ലാ പരിപാടികളും ഉണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ഹൈ ക്വാളിറ്റി നിൽക്കില്ല. ടയർ ഞാൻ നോക്കിയപ്പോൾ എന്നെ ചോദിക്കാമെന്ന് 900 കിലോമീറ്റർ അല്ലേ ഇത്? അതിനകത്ത് ഒന്നും നോക്കേണ്ടി വരുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ 680 ചോദിക്കും. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വില ആണ്? അന്ന് ഇറങ്ങിയപ്പോൾ 720 വില ഉണ്ടായിരുന്നു. 720 ആകെ 1000 രൂപ ഓടാത്തോണ്ടാണ് ഇത്ര ചോദിക്കുന്നത്.
ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടും ഇത് മാക്സിമം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇത് വരുമ്പോഴത്തേക്ക് 2015 മോഡൽ ഓൾട്ടോ കേട്ടൻ. 15 മോഡൽ. 15. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. സിംഗിൾ 62,000 കിലോമീറ്റർ. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി ഒന്നുമില്ല. ടയർ ആവറേജ്? ടയർ ആവറേജാ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം വരുമ്പോഴത്തേക്ക് 275. 2015 സിംഗിൾ ഓണർഷിപ്പ് VXA ഓപ്ഷൻ. വരുമ്പോൾ 2023 ടിയാഗോ ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് വണ്ടിയും വന്നു തുടങ്ങി. ഇലക്ട്രിക്കും വന്നു തുടങ്ങി. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. മിഡ് റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. മിഡ് റേഞ്ച്? അതിൽ 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 27 ഓടിയിട്ടുള്ളൂ? 27 ഓടിയിട്ടുള്ളൂ. ഒരു ചാർജിങ്ങിൽ എത്ര കിലോമീറ്റർ ഓടും? അത് ഫുൾ ചാർജിങ്ങിൽ നമുക്ക് 250 കിലോമീറ്റർ വരെ ഓടാം. 250 തികച്ച് കിട്ടും? 250? 250 കറക്റ്റായിട്ട് വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയർ ഓടിയ ടയർ തന്നെയാണ്? അത് തന്നെ. 27,000 ഓടിയ ടയർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 690 പോയി. 690. ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇറങ്ങിയപ്പം 840 അടുപ്പിച്ച് വില ഉണ്ടായിരുന്നു പുതിയ വണ്ടി. ഇത് 2014 ഡിസയർ. 2014? എത്ര കിലോമീറ്റർ ഓടി? ഇത് 44,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. ഇത് റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ഹൈ ക്വാളിറ്റി നിൽക്കുക വണ്ടി. നല്ല വൃത്തിയായിട്ട് നിൽക്കുക. അതൊക്കെ നല്ല വൃത്തിയുണ്ട്. 14 എന്ന് പറയുന്ന മോഡൽ ആകുമ്പോഴേ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളോ? അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഓട്ടോമാറ്റിക്കും കൂടെ ആയതുകൊണ്ടാ. അത് കണക്ക് യൂസ് ചെയ്ത വണ്ടിയാണ്. ടയറൊക്കെ കുഴപ്പമില്ല. ബാക്ക് ആവറേജ്. ഫ്രണ്ട് പുതിയ ടയർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 475 രൂപ. 475. എന്തെങ്കിലും നെഗോസിയേഷൻ നമുക്ക് ചെയ്യാം. ഇത് വരുമ്പോഴത്തേക്ക് സ്വിഫ്റ്റ് ഡിസയർ തന്നെ ഓട്ടോമാറ്റിക്കാണ്. 2019 ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ നേരത്തെ കണ്ട 14 ഓട്ടോമാറ്റിക്കായിരുന്നു. 2019 ന്യൂ ഷേപ്പ്. ന്യൂ ഷേപ്പാ. VXA ഓപ്ഷൻ വരും. എയർ ബാഗ് എല്ലാം വരുന്ന ടൈപ്പാണ്. 2 ഡോർ പവറിൻ്റെ ആണോ? അല്ല 4 ഡോർ പവറിൻ്റെ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ 19 വണ്ടി ടയറുണ്ട്. 2019 കൂടെ ആയോണ്ടേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി നിൽക്കുക വണ്ടി. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നത്? ഇത് 675 ചോദിക്കുന്നു. ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും വില? ഇത് ഇറങ്ങിയപ്പം 8 ചില്ലറ അടുപ്പിച്ച് വില ഉണ്ടായത്. ഓട്ടോമാറ്റിക് ആണ്. അത് ഞാൻ വിട്ടേട്ടാ. ഓട്ടോമാറ്റിക് അത് ഞാൻ വില വരുന്നത്. അതുകൊണ്ട് അത് എടുത്തു ചോദിച്ചു ഇത്രയും വില എങ്ങനെയാണെന്നുള്ള ചോദിച്ചാൽ. ഇതുകൊണ്ടൊക്കെ 2016 സ്വിഫ്റ്റാണ്. 2016 തന്നെ VXA ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. VXA ഓപ്ഷൻ. എത്ര? ഡ്യുവൽ എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഡ്യുവൽ എയർ ബാഗ്, AC, പവർ സ്റ്റിയറിംഗ്. പെട്രോളോ ഡീസലോ? പെട്രോൾ. ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സിംഗിൾ ഓണർ തന്നെ. ഫോർഡ് പവർ വിൻഡോ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് റീപ്ലേസ്മെന്റ്സ് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് വാങ്ങിക്കാമല്ലോ? 100% ഉറപ്പായിട്ട് വാങ്ങിക്കാം. പിന്നെ അവസാനം വീഡിയോ കണ്ട് വന്ന് എടുത്തു കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുക. അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. ഇല്ല അതെന്തായാലും ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 485 ചോദിക്കും. 485. ഇതിപ്പോൾ 2021 ബലേനോ ആൽഫ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ. അതിൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും ഗ്യാരണ്ടിയിൽ പറയത്തില്ല. അല്ല അത് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ അത് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. നല്ല കാണിച്ചേക്കുന്നതിന് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും. കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ ഇയാളെ കാണിക്കരുത് പറഞ്ഞാൽ എനിക്ക് കാണിച്ചെടുത്ത് പറയാൻ വല്ലതുകൊണ്ട് ഇവരെ പറഞ്ഞാൽ ഇല്ല അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യാം. അതുകൊണ്ട് പോട്ടെ. അതുകൊണ്ട് ആളെ കാണിച്ചു തരാൻ പറ്റത്തില്ല. എത്ര ചോദ്യം? എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 840.
840. 840. ഇറങ്ങിയപ്പോൾ എന്തുവാണ്? ഇറങ്ങിയപ്പം 10.4 രൂപ അടുപ്പിച്ച് വില ഉണ്ടായിരുന്നു. അത്രയുണ്ട്? ആ, അന്ന് 10.4 ഏകദേശം. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ഓൾട്ടോ 2013 മോഡൽ. 2013 മോഡൽ 52,000 കിലോമീറ്റർ. ഇതിൽ റീപ്ലേസ്മെന്റ്സ്? ഇതിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനകത്ത് ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ 3ാമത്തെ ഓണർഷിപ്പ് ആണ് ഉള്ളത്. അതാണ് ഇതിലെ നെഗറ്റീവ്. എന്നാലും വണ്ടി ഹൈ ക്വാളിറ്റി തന്നെ നിൽക്കുക. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലെന്ന് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. അത് നമ്മളുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടേക്കുക, നല്ല ക്വാളിറ്റി നിൽക്കുക. ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ഉണ്ട്. ടയറൊക്കെ നല്ല ടയർസ് ഉണ്ട്. ടയറൊക്കെ നല്ല ക്വാളിറ്റി നിൽക്കുക. എത്ര ചോദിക്കുന്നത്? ഇപ്പൊ എടുത്തേ ഉള്ളു വണ്ടി, സർവീസ് ചെയ്യണം, അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഈ വന്ന രൂപത്തിൽ കിടക്കണം അല്ലേ? വന്ന രൂപത്തിൽ കിടക്കുക. ഇതിനകത്ത് ഒരു സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ? അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് അകമൊക്കെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അല്ല, വണ്ടിക്ക് അകമൊക്കെ കണ്ടാലേ നല്ല ക്വാളിറ്റി. നിങ്ങൾ സർവീസ് ചെയ്തെന്നാ ഞാൻ വിചാരിച്ചേ. പറഞ്ഞേ തേർഡ് ഓണർഷിപ്പ് ആയിട്ട് നമ്മൾ എടുത്ത വണ്ടിയുടെ ക്വാളിറ്റി കണ്ടോണ്ടാ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,10 ചോദിക്കും. 2,10. 2,10,000 രൂപ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇതിന് ലോൺ കിട്ടുമോ? ഇതില് 2013 ലോൺ കിട്ടും. ഈ 3 ഓണർഷിപ്പ് ഒരുപാട് എമൗണ്ട് കിട്ടത്തില്ല. ഇത് മാരുതിയുടെ എർട്ടിക വരുമ്പോഴത്തേക്ക് പെട്രോളാണ്. ഏത് വർഷം? പെട്രോൾ 2018 പെട്രോൾ ഓട്ടോമാറ്റിക്കാ. ഒരുപാട് പേര് നോക്കി നടക്കുന്നത്. ഇത് കിലോമീറ്റർ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. 4 പവർ വിൻഡോ ആണോ? 4 ഡോർ പവർ വിൻഡോ. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും റൂഫും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക. യാതൊരു കുഴപ്പമില്ല, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 790. എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്യാം നമുക്ക്. ഇത് പെട്രോളാ ഡീസലാ? പെട്രോളാ. ഈ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. വലിയ അപാകതകളൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. വണ്ടി കൊള്ളാം, നല്ല ടയർ. ഒന്നുമില്ല. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം 5 വർഷം ലോൺ കിട്ടുമോ? 5 വർഷത്തേക്ക് എന്തായാലും കിട്ടും. 2018 മോഡലില്ലേ. ഇന്നോവ വരുമ്പോഴത്തേക്ക് 2014 മോഡലാണ്. ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് തേർഡ് ഓണറായി. ഇതും തേർഡ് ഓണർ ആയെങ്കിലും വണ്ടി ഹൈ ക്വാളിറ്റി നിൽക്കുക. റീപ്ലേസ്മെന്റ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ല. അല്ല, ഇതിന് തേർഡ് ഓവർ എന്നുള്ളത് ഒരു അപാകതയാണോ? അപാകതയല്ല. അല്ലേ, ഇതിന്റെ തേർഡ് ഓണർ എന്ന് പറഞ്ഞാൽ അപാകതയല്ല. മാത്രമല്ല കിലോമീറ്ററും ജെനുവിൻ കിലോമീറ്ററാണ്. എത്ര ഓടിയിട്ടുണ്ട്? 103,000 കിലോമീറ്റർ. അത് ഇന്നോവയെ സംബന്ധിച്ചൊരു കിലോമീറ്ററേ അല്ല. ലക്ഷങ്ങൾ കഴിഞ്ഞ് അത് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ല. അതിന് തന്നെ അവർ 90,000 കിലോമീറ്റർ വരെയും ടൊയോട്ടയുടെ നിപ്പോണിന്റെ സർവീസ് തന്നെ. ആണോ? 90,000 കിലോമീറ്റർ വരെ ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ നമുക്ക് വിശ്വസിച്ച് എടുക്കാന്നുള്ളതാണ്. പിന്നെ ടോപ്പ് വേരിയന്റ് ആണോ ഇത്? അല്ല, സെക്കൻഡ് ഓപ്ഷൻ. ടയർ എല്ലാം അത്യാവശ്യം നല്ല ടയർ അടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മൾ 10,90 ചോദിക്കുന്നത്. വരുമ്പോഴത്തേക്ക് 2015 മോഡൽ. 15 കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, മാനുവൽ. W8 എന്ന് പറയുന്ന വേരിയന്റ്. അന്ന് ഇറങ്ങിയത് ടോപ്പ് എൻഡ് വണ്ടിയാണ്. ആ സമയത്ത് ടോപ്പ് എൻഡ് 8 എയർ ബാഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. 3 റോയിൽ AC, എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും 8 എയർ ബാഗ് വരുന്നുണ്ട്. ഫ്രണ്ട് പുതിയ ടയർ അല്ലേ? ഫ്രണ്ട് പുതിയ ടയർ. എത്ര ചോദിക്കുന്നത്? നമ്മൾ 7,85 ചോദിക്കും. 7,85. അതായത് 8 ലക്ഷം തയ്ച്ചില്ല, 15,000 കുറവ്. ഏതാ? 8 ലക്ഷത്തിന് 15,000 രൂപയുടെ കുറവില്ല. ഇത് മൈലേജ് ഒക്കെ എന്തുവാണ്? മൈലേജ് ഇത് 16 ഉണ്ട്. ഡീസൽ. വലിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും മൈലേജ് കുറവല്ലേ? അല്ലെങ്കിൽ ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് വരില്ലേ? അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം നല്ല വണ്ടികളെല്ലാം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട്. അതായത് 900 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടികൾ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പുതിയ വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ പൈസയും കൊടുക്കേണ്ടി വരും. 900 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തോ ഓടാനാണ്. അപ്പോൾ ആ പൈസയ്ക്ക് അതിൻ്റേതായ മൂല്യം, ആ വണ്ടിക്ക് അതിൻ്റേതായ മൂല്യവും കാണും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ വരെ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക്
നല്ല നല്ല വണ്ടികൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ടൈപ്പ് വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.